ഇസ്രായേലിന്റെ തോന്നിവാസത്തിന് അറുതി വരുത്താൻ മുഴുവൻ അറബികളും ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യും. ഗാസ മുനമ്പ് കത്തിച്ചാമ്പലാക്കിയപ്പോഴും 1,00,000-ലധികം മനുഷ്യർ അവിടെ മരിച്ചു വീണപ്പോഴും മൗനം പാലിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? അവർ തന്നെ ഇപ്പോൾ അറബ് ജനതയെ വഞ്ചിച്ചിരിക്കുന്നു. അമേരിക്കയുമായുള്ള ബന്ധത്തെ ഓർത്ത് മിണ്ടാതിരുന്ന GCC രാജ്യങ്ങൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ അഹങ്കാരം ശമിപ്പിക്കുക തന്നെ വേണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. നിങ്ങളിൽ പലരും അമേരിക്കയുടെ വാക്കും കേട്ട് മാറ്റി നിർത്തിയ അതേ ഇറാനെ ഒന്ന് പോയി കാണണം. ഇറാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്രഹ്മാസ്ത്രമുള്ളതുപോലെയാണ്. ശത്രുവിനെ കത്തിച്ച് ചാമ്പലാക്കാൻ സെക്കൻഡുകൾ മാത്രം ആവശ്യമുള്ള ബ്രഹ്മാസ്ത്രം ഇന്ന് ഇറാനാണ്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച നടപടി ഒരു സാധാരണ സുരക്ഷാ പ്രശ്നത്തിന്റെ പരിഹാരം എന്നതിലപ്പുറം ഒരു ശക്തമായ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ പ്രകടനം കൂടിയാണ്. അമേരിക്കയുടെ ഉറ്റതോഴനായ രാജ്യത്തിന്റെ പിന്തുണയോടെ മറ്റൊരു സഖ്യരാജ്യത്തെ തന്നെ ആക്രമിക്കുന്ന ഈ പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവന്നു. സുരക്ഷയെക്കുറിച്ചുള്ള പേരിലാണ് ആക്രമണം എന്നൊക്കെ അവർ വാദിച്ചാലും ഇതിന്റെ പിന്നിൽ പ്രദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപടം നിയന്ത്രിക്കാനുള്ള ആഗ്രഹവും സ്വന്തം ആധിപത്യം കാത്തുസൂക്ഷിക്കാനുള്ള വളരെ ക്രൂരതയുമാണ് ഉള്ളത്. ഇസ്രായേൽ ഖത്തറിനോട് ചെയ്തത് നെറികേടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. ഇപ്പം ഈ വീഡിയോ ധാരാളം പ്രവാസികൾ കാണുന്നുണ്ടാകും. പലരുടെയും പ്രായമായ മാതാപിതാക്കളൊക്കെ നാട്ടിലായിരിക്കും. പ്രായമാകുമ്പോൾ തന്നെ അതനുസരിച്ച് അസുഖങ്ങളും കൂടും. ഇപ്പം നാട്ടിൽ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പല അസുഖങ്ങൾക്കും ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത്. അപ്പോൾ നമ്മൾ വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ വലിയ ഭാഗം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താന്ന് വെച്ചാൽ പ്രവാസികൾ നിർബന്ധമായും നാട്ടിൽ നിന്ന് അവരുടെ സ്വന്തം പേരിലും കുടുംബത്തിന് വേണ്ടിയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക തന്നെ വേണം. ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ ചെലവ് കുറവിൽ എടുക്കാം എന്നുള്ള ഗുണം കൂടിയുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് അനുയോജ്യമായത് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. 800-1000 രൂപയൊക്കെ മാസം പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകൾ ഇവിടെ കാണാവുന്നതാണ്. കൂടെ 25% വരെ ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതുമാണ്. പിന്നെ നാട്ടിലുള്ള നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് BP, ഡയബറ്റിക്സ് പോലുള്ള രോഗങ്ങൾ മുന്നേ ഉണ്ടെങ്കിൽ അവയ്ക്ക് Day 1 മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളും അവൈലബിൾ ആണ്. വിദേശത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, ലാബ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുക, ഇതൊക്കെ നടത്താനും സാധിക്കും. മരുന്നുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന സൗകര്യവുമുണ്ട്. ക്ലെയിമിൻ്റെ കാര്യങ്ങൾക്കുമൊക്കെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിൻ്റെ സഹായവും നിങ്ങൾക്കുണ്ടാകും. ക്ലെയിമിൻ്റെ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും 30 മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടും. അപ്പോൾ മറക്കണ്ട, അസുഖങ്ങൾ വന്ന് സാമ്പത്തികമായി തകരുന്ന ഒരുപാട് പേരെ, പ്രത്യേകിച്ച് പ്രവാസികളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അതൊഴിവാക്കാൻ പ്രവാസികൾ ചെലവ് കുറവിൽ നാട്ടിൽ നിന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കണം. അതിനുവേണ്ടിയുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. വീഡിയോയിലേക്ക് തിരികെ വരികയാണെങ്കിൽ, ഖത്തർ എന്ന് പറയുന്നത് ദശകങ്ങളായി സാമ്പത്തിക രംഗത്തിലും നയതന്ത്ര രംഗത്തിലും സ്വാധീനം വളർത്തിയെടുക്കുമ്പോൾ ഇസ്രായേലിന് അതൊരു ഭീഷണിയായി തോന്നുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം അവർ അഴിച്ചുവിട്ടത്. സ്വന്തം സുരക്ഷയുടെ പേരിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ശക്തിയുടെ അഹങ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പോലും. സ്വന്തം അതിർത്തികൾക്കപ്പുറത്തുള്ള ജനങ്ങളുടെ ജീവനും ഉപജീവനവും ചൂഷണം ചെയ്ത് സുരക്ഷയുടെ പേരിൽ അവരെ ഭയപ്പെടുത്തുന്നത് ഒരു നീതികേടാണ്. ഇസ്രായേൽ സ്വീകരിച്ച ഈ വഴി പ്രദേശത്തെ അസ്ഥിരമാക്കുകയും ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണയിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രായേൽ മറ്റൊരു അമേരിക്കൻ സഖ്യകക്ഷിയായ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി നിയമങ്ങളും നയതന്ത്ര ബന്ധങ്ങളും തള്ളിക്കളയുന്നതാണ് കാണുന്നത്. ഇത് വെറും സൈനിക നീക്കമല്ല, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഭീഷണിയുടെ മാതൃകയാണ്. ഭാവിയിൽ മറ്റു രാജ്യങ്ങൾക്കും ഇതൊരു അപകടകരമായ സന്ദേശം നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരായി ഖത്തറിന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരമൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത് അത്ര എളുപ്പവുമല്ല. ആന്തരിക രാഷ്ട്രീയ ഭിന്നതകൾ, സാമ്പത്തിക മത്സരങ്ങൾ, അമേരിക്കയുടെ സമ്മർദ്ദം തുടങ്ങിയവ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നിരുന്നാലും ഇസ്രായേലിന്റെ അഹങ്കാരപരമായ പ്രവൃത്തികൾ ഇത്തരം കൂട്ടായ്മകൾക്ക് ഒരു അടിയന്തരത നൽകുന്നുണ്ട്. ഇറാന്റെ പിന്തുണയോടെ ഖത്തറും മറ്റ് GCC രാജ്യങ്ങളും ഒരുമിച്ച് നിന്നാൽ ഇസ്രായേൽ
ഇസ്രായേലിന്റെ ആധിപത്യം കുറയുക തന്നെ ചെയ്യും. സുരക്ഷാ സൗകര്യങ്ങളിൽ പുതിയ കരാറുകൾ ഉണ്ടാകാം. എണ്ണയും വാതകവും ഉൾപ്പെടെയുള്ള വിപണികളിൽ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാധീനം കുറയും. ഇതോടെ പ്രദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറാനുള്ള സാധ്യതയാണുള്ളത്. എങ്കിലും ഇത് പുതിയ സംഘർഷങ്ങൾക്ക് വഴി തുറക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. സുരക്ഷയുടെ പേരിൽ ഒരു രാജ്യം സ്വന്തം സ്വാർത്ഥതയ്ക്കായി നടത്തുന്ന ആക്രമണം ജനങ്ങളുടെ ജീവിതം മുഴുവൻ അസ്ഥിരപ്പെടുത്തുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ. ഇസ്രായേലിന്റെ ഈ ആക്രമണം സ്വന്തം സുരക്ഷയെ മറയാക്കിക്കൊണ്ട് പ്രദേശത്തെ സമാധാനം തകർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇത് വെറും ഭീകര സംഘടനകളെ ലക്ഷ്യമാക്കാനുള്ള ഒരു നീക്കമായിട്ടല്ല മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ആധിപത്യം വർദ്ധിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമമാണ്. അതിനെ എതിർത്ത് മുന്നോട്ട് പോകാത്ത പക്ഷം ഭാവിയിൽ പ്രദേശം കൂടുതൽ സംഘർഷത്തിന്റെയും യുദ്ധത്തിന്റെയും ഇരുണ്ട കുഴിയിലേക്ക് തള്ളപ്പെടുക തന്നെ ചെയ്യും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഖത്തറും GCC രാജ്യങ്ങളും ഒരു സമഗ്രമായ രാഷ്ട്രീയ ഐക്യം രൂപീകരിക്കുക തന്നെ വേണം. സ്വന്തം ജനങ്ങളുടെ സുരക്ഷയും സമാധാനവും സംരക്ഷിക്കാനുള്ള ദൃഢമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ലക്ഷ്യം സുരക്ഷയല്ല, ആധിപത്യമാണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ മേഖല മുഴുവൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ശരിയായ വഴി. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ലക്ഷ്യം സുരക്ഷയല്ല, ആധിപത്യമാണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ മേഖല ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. ഇസ്രായേലിന്റെ അഹങ്കാരവും ആധിപത്യ മനോഭാവവും വീണ്ടും തെളിയിച്ചിരിക്കുകയാണല്ലോ ഇത്തരം സംഭവങ്ങൾ. സ്വന്തം സുരക്ഷയെ മറയാക്കി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയും പ്രദേശത്തിന്റെ സമാധാനത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തിയെ ലോകം മുഴുവൻ അപലപിക്കുമ്പോൾ ഖത്തറിന് ശക്തമായ പിന്തുണയായി ഇറാൻ മുന്നോട്ട് വരുന്നത് ചരിത്രപരമായൊരു വഴിത്തിരിവാണ്. ഇറാന്റെ നേതൃത്വത്തിൽ പ്രാദേശിക ഐക്യം രൂപപ്പെടുകയും ഇസ്രായേലിന്റെ ആധിപത്യം തകർക്കാനുള്ള പ്രചോദനം വർദ്ധിപ്പിക്കുകയും ചെയ്തത് പശ്ചിമേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കുന്ന ശക്തമായ ഒരു സംഭവമായിരിക്കും. ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ അനുകൂലിച്ചിട്ടില്ല. പലപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണങ്ങളാൽ ജനങ്ങളുടെ ജീവനും ഉപജീവനവും നശിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് കൈക്കൊണ്ട രാജ്യം ഇറാൻ തന്നെയാണ്. സ്വയം പര്യാപ്തമായ പ്രതിരോധശേഷിയും ആഴത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും പ്രാദേശിക രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സഹകരണവും കൊണ്ട് ഇറാൻ ഒരു സ്ഥിരതയുള്ള ശക്തിയായി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ഇത്തരം ശക്തിയാണ് ഇസ്രായേലിന്റെ അഹങ്കാരത്തിനെതിരെ ഖത്തറിന് കൈത്താങ്ങാകുന്ന രാജ്യം. ഇറാന്റെ സഹായം വെറും സൈനിക തന്ത്രങ്ങൾ മാത്രമല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ദുർബലരായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങൾ പോലും ഐക്യപ്പെടുമ്പോൾ വലിയ ശക്തികളെ നേരിടാമെന്ന വിശ്വാസമാണ് അവർക്ക് പകരുന്നത്. ഖത്തറിന് പ്രതിരോധ സൗകര്യങ്ങൾ നൽകുക, ആണവായുധ രഹസ്യാന്വേഷണ സഹകരണങ്ങൾ വികസിപ്പിക്കുക, സാമ്പത്തിക ഉപരോധങ്ങളെ നേരിടാനുള്ള കൂട്ടായ്മ ശ്രമങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നിവയിലൂടെ ഇറാൻ മേഖലയുടെ സുരക്ഷയ്ക്ക് ഒരു പുതിയ മുഖം നൽകും. ഇത്തരമൊരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ഇസ്രായേലിന്റെ ആധിപത്യം തകർന്നു പോകും. സ്വന്തം ശക്തിയെ ആശ്രയിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഇസ്രായേലിന് ജനങ്ങളുടെ സംയുക്ത പ്രതിരോധം നേരിടേണ്ടതായി വരും. ആഗോളതലത്തിൽ ഇസ്രായേലിന് ലഭിക്കുന്ന ജനപിന്തുണയും കുറയും. അമേരിക്ക പോലുള്ള ശക്തമായ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഏകോപിതമായ എതിർപ്പ് കാണിക്കുമ്പോൾ സ്വന്തം നയങ്ങൾ പുനഃപരിശോധിക്കേണ്ട അവസ്ഥയിലാകും ജൂതന്മാർ. ഇറാൻ പ്രദേശത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനുമുള്ള ശക്തിയായിട്ടാണ് നിലകൊള്ളുന്നത്. നീതിയും സമത്വവും അടിസ്ഥാനമാക്കിയുള്ള സഹകരണത്തിനായി നിലകൊള്ളുന്ന ഈ രാജ്യം ആക്രമണങ്ങൾക്ക് മറുപടി നൽകുന്നത് രാഷ്ട്രീയ ധൈര്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ്. ശക്തരുടെ അധിനിവേശത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് സുരക്ഷ നൽകാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള വഴികൾ തുറക്കാനും ഇറാൻ മുന്നോട്ട് നിൽക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഖത്തറും GCC രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ആധിപത്യം നിലനിർത്തുക പ്രയാസകരം തന്നെയാണ്. ആയുധത്തിലും നയതന്ത്രത്തിലും സാമ്പത്തിക പിന്തുണയിലും മേഖലയിൽ പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുകയും ജനങ്ങൾക്ക് സുരക്ഷയും സമാധാനവും നൽകുന്ന ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയും ചെയ്തേക്കും. നീതിക്കായി, സമാധാനത്തിനായി, അടിച്ചമർത്തലിനെ നേരിടാനുള്ള ധീരതയ്ക്കായി ഇറാന്റെ പിന്തുണ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി ഓർമ്മിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ പോക്കറ്റ് കീറാതിരിക്കാൻ എല്ലാ പ്രവാസികളും നിർബന്ധമായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതാണ് എന്തുകൊണ്ടും ലാഭം. ഓൺലൈനായിട്ട് 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാവുന്നതുമാണ്. അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.